ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിക്കുന്നത്. സോ ഞങ്ങളിന്ന് പുറത്ത് പോവുകയാണ് ഗൈസ്. ഞാനും ഉണ്ട്. സൊൾട്ടെ മാളും ഉണ്ട്. മാള് വഴിയേ വരും. അപ്പം ഇന്ന് 12 മണിക്ക് ഞങ്ങളൊരു ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇന്ന് അമ്മുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബർത്ത്ഡേ സർപ്രൈസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം ഇത്രയും ഗൈസ് 2.5 വർഷമായിട്ട് ഞങ്ങളിവിടെ വന്നെങ്കിലും ആദ്യമായിട്ടാണ് അമ്മുവിൻ്റെ ബർത്ത്ഡേ ഇവിടെ ഞങ്ങളുള്ളപ്പം. സാധാരണ ഈ സമയത്തെല്ലാം ഞങ്ങൾക്ക് അവധിയാണ് വരുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഈ ടൈമിൽ ബർത്ത്ഡേ വരുന്നത്. സോ ഞങ്ങൾ വിചാരിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അവൾ ഇതുവരെയായിട്ടുള്ള എല്ലാ ബർത്ത്ഡേയും വീട്ടിൽ കേക്ക് വാങ്ങി ആഘോഷിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെയായിട്ട് അങ്ങനെ കേക്കൊന്നും മേടിച്ച് ആഘോഷിച്ചിട്ടില്ല. അപ്പോൾ വിചാരിച്ച് കേക്ക് മേടിച്ച് അവർക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഗൈസ്. ഭയങ്കര പ്ലാനിങ്ങോടെ ഭയങ്കര പ്ലാനിങ്ങോടെ ഇറങ്ങിയാണ്. ഞാൻ പ്ലാനൊന്നും ഇല്ലാതെ ഇറങ്ങിയതാണ്. എൻ്റെ അടുത്ത് ഇപ്പം ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ചെല്ലുമ്പോൾ അറിയാം എന്തുവാണെന്ന്. അപ്പോൾ ആദ്യം ഞങ്ങൾ മറ്റേ കടയിലോട്ട് പോയിട്ട് ബാക്കി സാധനങ്ങൾ മേടിക്കട്ടെ ഗൈസ്. എന്നിട്ട് ബാക്കി കാണാം ഗൈസ്. ഞങ്ങളങ്ങനെ RS കയറിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ച് അതിനെ നമുക്ക് ബൊക്കെ ആക്കാം എന്നുള്ള തീരുമാനത്തിരിക്കുകയാണ്. അപ്പം അല്ലേ സ്വന്തം യെസ് എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി ഞങ്ങൾക്ക് കുറച്ച് ഡെക്കറേഷനുള്ള ഐറ്റംസ് മേടിക്കണം. അതെ, കേക്ക് മേടിക്കണം. പിന്നെ ഇവിടുത്തെ ലുലു അവിടെ പക്ഷെ മോശം കസ്റ്റമർ സർവീസാണ് ഗൈസ്. ഭയങ്കര പുച്ഛം അവർക്ക്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര വിലയുമാണ്. പിന്നെ നമ്മുടെ ആവശ്യമായിപ്പോയില്ലേ, കട ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. ഇനി കയറി വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കട്ടെ. എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. നമ്മളങ്ങനെ സാധനമൊക്കെ ഓർഡറാക്കി, കേക്ക് ഓർഡറാക്കി ബാക്കി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി ഇനി നമ്മൾ ഹോസ്റ്റലിലോട്ട് പോവാം. ഇനി ഡെക്കറേറ്റ് ചെയ്യണം, എല്ലാം സെറ്റാക്കണം. രാത്രിയിലേ ഉള്ളൂ. അപ്പോൾ ആദ്യം അമ്മുനെ ഒന്ന് പറ്റിക്കണം. നമ്മൾ കേക്കൊന്നും വാങ്ങിയിട്ടില്ല. സാധാരണ നമ്മളെല്ലാവരുടെയും ബർത്ത്ഡേ ചെറിയ എന്തെങ്കിലും ഒരു കേക്ക് കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെറിയ കേക്ക് കൊണ്ട് ആഘോഷിക്കാം എന്നുള്ള രീതിയിൽ ആദ്യം അവർക്ക് വേണ്ടി ചെറിയൊരു കേക്ക് മേടിച്ചിട്ട് ഞങ്ങൾ എന്നിട്ട് 12:30 കഴിയുമ്പോൾ ഞങ്ങളുടെ വലിയ കേക്ക് വെച്ച് മുറിക്കാം എന്നുള്ള പ്ലാനിലാണ്. എല്ലാം സെറ്റാവും നോക്കാം. അല്ലേ സുളു? അങ്ങനെ കോളേജിൻ്റെ വഴിയിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര വെട്ടം കാരണം കണ്ണ് കാണാൻ വയ്യ. അപ്പോൾ വിചാരിച്ച് ഫ്ലാഷ് ഓൺ ആക്കാം. ലൈറ്റിടെ മറന്നു ഗൈസ്. ഞങ്ങളങ്ങനെ ഇവിടെ റൂമിൽ വന്നു. പക്ഷേ ഈ റൂമിലാണെങ്കിൽ ആളില്ല. ഇവിടെ ഇരുപ്പൊക്കെ അടിക്കുന്നതുകൊണ്ട് ഈ റൂമിൽ പിള്ളേരൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഈ റൂമിൽ വന്നിട്ട് ഗൈസ് ഞങ്ങൾ ഇത് സെറ്റ് ചെയ്ത് ആദ്യം ഈ ടേബിൾ സെറ്റ് ചെയ്ത്, കാരണം അപ്പോൾ പിന്നെ അങ്ങോട്ട് വരണ്ടായത്. ഒരു 2ൻ്റെ സാധനം ഊതിക്കൊണ്ടിരിക്കുക അവൾ. ഞാൻ തന്നെ ബലൂൺ ഊതിക്കൊണ്ട്. അപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് പോയാൽ അവൾ വരുമ്പോഴത്തേക്ക് നമുക്കെല്ലാം എളുപ്പമാകും. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ അങ്ങനെ ഗൈസ് ഞങ്ങൾ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുക. സോൾട്ടിൻസ് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് വേണം ഇതിൻ്റെ സിസ്റ്റം സെറ്റാക്കാൻ. ഇവിടെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഫാൻ പോലും ഇല്ല. ഇതൊക്കെ ഞങ്ങൾ ബലൂൺ മേടിച്ച് ഇത്രയും വീർപ്പിക്കാനുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ച് ആണ് ഗൈസ്. സിസ്റ്റം കിട്ടി. അതിലിപ്പോൾ ഊരുന്നതായിരിക്കും. മതി ഗൈസ്. അങ്ങനെ 2 ഇനി ഒരു 2 എൻ്റെ കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ച് ഇത് വെച്ചിട്ടൊരു ഹാമ്പർ പോലെ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കിയൊക്കെ ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിക്കാം ഗൈസ്. പിന്നെ രാത്രിയിൽ അവളുമായിട്ട് ഞങ്ങൾ 4 പേരുള്ളൂ. സെറ്റാക്കാം ഗൈസ്. ഇതും പറ്റില്ല. ഞാൻ വീർപ്പിച്ചിരുന്നിട്ടുണ്ട്. പൊട്ടിപ്പത്തിരുന്നോണ്ട് എനിക്ക് പൊട്ടുന്ന പേടി. മറ്റേ ചുമന്ന ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? അത് തിരിച്ചു കൊടുത്തായിരുന്നു. എത്ര മനസ്സായിരുന്നു അത്? നല്ല പാർട്ടി. എല്ലാവരും കേക്ക് വാങ്ങിച്ചാൽ മാത്രം
നിങ്ങളോട് പറ്റും അവളെ തിരിച്ച് പറഞ്ഞുവിടാം. അയ്യോ അയ്യോ നിനക്കൊന്ന് പറ്റും നിസ്സാരം. നമ്മുടെ കൊണ്ടിരിക്കുന്ന മൊത്തം ഇതായിട്ട് ഊട്ട. കേട്ടാ വയ്യ കൈവേദന. പക്ഷെ ഭയങ്കര അറിയത്തില്ല. യു ക്യാൻ സോൾട്ട് യു ക്യാൻ ലാസ്റ്റ് വൺ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബലൂണെല്ലാം വീർപ്പിച്ചിട്ട് അയ്യോ ഇതിനെ പുതിയ ഒരു സാധനം മേടിക്കണ്ടായിരുന്നു. കമ്മല്. ആ ഗായ്സ് അങ്ങനെ ഞങ്ങൾ സർപ്രൈസൊക്കെ സെറ്റാക്കി. അതാണ് മെഴുകുതിരി കത്തിച്ച് ഗൈസ് നോക്കട്ടെ. മെഴുകുതിരി മേടിച്ച്. അപ്പം ഇനി ഞങ്ങൾക്കതെല്ലാം കേക്കൊക്കെ എടുക്കണം. കേക്ക് താഴെ ഫ്രിഡ്ജിലിരിക്കുക. അപ്പോൾ അവർ 10:30 അടയ്ക്കും. ഇപ്പോൾ തന്നെ 10:30 12:30 ആകുമ്പോഴത്തേന് ഞങ്ങൾ കേക്ക് മുറിക്കത്തുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഒരു പ്ലാൻ ചെയ്തായിരുന്നു. ആദ്യം ഞങ്ങളാണെങ്കിൽ ഓൾറെഡി ഒരു ചെറിയ കേക്ക് മേടിച്ച് അവൾക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഞങ്ങളുടെ ഐഡിയ പ്രകാരം അവളത് അറിയിക്കണം. ഓൾറെഡി ഞങ്ങൾ കേക്ക് വാങ്ങിയിട്ടുള്ളത് അറിയിക്കണം. ചെറിയ കേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹാർട്ടിൻ്റെ പോലത്തുള്ള കേക്ക് അത് മേടിച്ച് വെച്ച് എന്നിട്ട് അത് അവളെ കാണിച്ചു കൊടുത്ത്. അവളെ കാണിച്ചെന്ന് പറഞ്ഞാൽ കാണിച്ചൊന്നുമല്ല, എൻ്റെ വായിൽ നിന്ന് വീണ് പോയതാണ്. കേക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനൊരു വാക്ക് വീണ് പോയി. അതുകൊണ്ട് അവൾ അറിഞ്ഞത്. അപ്പം ഓൾറെഡി അവളത് പറഞ്ഞു. അപ്പം കാണിച്ചു കൊടുത്തു, ഇതാണ് കേക്ക് വാങ്ങി വെച്ചിരുന്നതെന്ന്. അതിൽ വിശ്വസിച്ചു. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ആ മിനി കേക്കാണ് മുറിക്കാറുള്ളത്. അതുകൊണ്ട് അവളത് വിശ്വസിച്ചിരിക്കുക. അപ്പം ഇപ്പോൾ ചെന്നിട്ട് അവളോട് ആ കേക്ക് പറഞ്ഞിട്ട് അവൾ സർപ്രൈസ് എല്ലാവരും പറഞ്ഞ് ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുക. അപ്പം അങ്ങനെ ഞങ്ങളൊരു പ്ലേ ഇടയ്ക്ക് വെച്ച് നടത്തിയായിരുന്നു. ഇനി ഇപ്പം ഫസ്റ്റ് ഞങ്ങൾ ആദ്യം അവളെ ഈ കേക്ക് മുറിപ്പിച്ച് കുറേ കഴിഞ്ഞിട്ട് 12:30 കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ ഒറിജിനൽ കേക്ക് കാണിക്കത്തുള്ളൂ. അവിടെ ഓൾറെഡി ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ബലൂൺസൊക്കെ ഉണ്ട്, അത് മാളു സെറ്റാക്കും. പിന്നെ മാളു മറ്റേ ബൊക്കിന് സെറ്റാക്കും. പിന്നെ ഞങ്ങൾ 22 എഴുതിയ അതൊക്കെ ഉണ്ടല്ലേ ആ കേക്കിനകത്ത് വെക്കാനുള്ളത്. ഇനിയിപ്പോൾ താഴെ പോയി കേക്ക് എടുക്കണം, ഇതെല്ലാം സെറ്റാക്കണം ഗൈസ്. അപ്പം എല്ലാം എന്താവുമെന്ന് വഴിയേ കാണാം. ബൈ. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. ആദ്യമായിട്ടാണ് ഒരാളുടെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡാണ്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അവളിവിടെ ഇല്ലല്ലോ. 2.5 വർഷമായിട്ട് അവളിവിടെ ഇല്ല. 2.5 വർഷമായിട്ട് അവളുടെ ബർത്ത്ഡേക്ക് അവളിവിടെ ഇല്ല. ഞങ്ങൾ വീട്ടിലാണ്. സെം ബ്രേക്ക് സമയമാണിത്, അല്ലെങ്കിൽ എക്സാം സമയമാണ്. അതുകൊണ്ട് ഇവിടെ ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾ ഇത്രയും സ്പെഷ്യലായിട്ട് ആഘോഷിക്കുന്നത്. ഇത് പഴിയെ കാണാം ഗൈസ്. ബർത്ത്ഡേ ടു ഡിയർ അമ്മു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് വീഡിയോ എടുക്കുമെന്നറിയാം. റെഡി ആയിരിക്കും എവിടെ എല്ലാവരും കാണാൻ വൈകാരെ. എനിക്ക് അറിയണം, നമുക്ക് അറിയണ്ട പോട്ടെ. കണ്ണ് ഞാൻ കണ്ണു നോക്കണ്ടേ. എന്താണ് ഈ 22ാമത്തെ വയസ്സിലെ താങ്കളുടെ റെസല്യൂഷൻ?
അയ്യോ എനിക്കറിയത്തില്ല, ഞാൻ ആലോചിച്ചില്ല. എന്നാലും എന്തെങ്കിലും പറ, എനിക്ക് എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? എനിക്കൊരു യൂട്യൂബർ ആവണം. ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. എനിക്ക് കൊറേ കാശുണ്ടാക്കിയിട്ട് കൊറേ ഫുഡ് തിന്നണം. ഓക്കെ, അതാണ് താങ്കൾ 22ാമത്തെ വയസ്സിൽ. എനിക്കറിയത്തില്ല. അയ്യോ നീ നല്ലതാണോ ചോദിച്ചത്? അതൊന്നും എനിക്കറിയത്തില്ല. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടതാണ് അതിന്റെ ഒരുക്കം. നമ്മ സ്റ്റോറി നോക്കുമോ? അത് സ്റ്റോറി നോക്കിട്ട് എല്ലാവർക്കും കേക്ക് തരാം കേട്ടോ. എവിടെ വേണ്ടി ആലോചിക്കട്ടെ. രസമുണ്ടല്ലേ? ജോലി ചെയ്ത നല്ലൊരു വീട്. നമ്മൾ ഫ്ലാഷ് ഫ്ലാഷ് ഇട്ടൊന്നല്ലേ? അവള് കേക്ക് ഇട്ടെന്നും പറഞ്ഞ് ലിപ്സ്റ്റിക് ഇട്ട് ഒരുങ്ങിയിരിക്കുന്നത്. വേണ്ട 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 മുളക് തന്നെ മതി. ഞാനൊക്കെ നേരത്തെ വിളിച്ചു, ഞാൻ കേക്ക് കണ്ടു. ഞാൻ 11:30 ആയപ്പോൾ വെയിറ്റ് ചെയ്തു. പക്ഷെ ഞാൻ അറിഞ്ഞില്ലേ കേക്കിന്റെ ആശയം. ഞാൻ വളരെ ബുദ്ധിയുള്ളവളായതുകൊണ്ട് എന്റെ വായിന്ന് വീണ് പോയി. സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് പുറത്ത് സോറി അല്ലാണ്ട് വീട്ടിൽ നിന്ന് വെളിയ സ്ഥലത്ത്. എനിക്കിഷ്ടമാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവിടെ അങ്ങനെ ഫോൺ വെച്ചിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പാടാം. ഇതെല്ലാം എന്റെ ബ്ലോഗിൽ നല്ല മാർക്കിട്ടോ മതി. ഇല്ല, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഫോർ യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഈ പാട്ടെല്ലാം ഒരേപോലെ പാട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു മര്യാദയ്ക്ക് പാട്ട്. അല്ല എനിക്കതില്ല ചിട്ടേ. Happy birthday to you, happy birthday to you, happy birthday for you, happy birthday to you. ഇല്ല പണ്ടമേ അത് ചുമ്മാ ഊട്ടി പറഞ്ഞ ഈ വർഷത്തെ ആദ്യത്തെ പൈസ കണ്ടു. വീട്ടിൽ കാണുന്ന പോലെ കിട്ടിയില്ല. 1 2 3 ഉമ്മ കൊടുക്കാനാ നീ കെട്ടിപ്പിടിച്ചാൽ ബാക്കി. 1 2 3 ഞാൻ എപ്പോഴും നെത്തുമിത്രയാ ഗൈസ്. ലിപ്സ്റ്റിക് ചെയ്തു. ആരാണ്ട് ഉമ്മച്ചതാ. എനിക്ക് ഇങ്ങനെ നിക്ക് ഫ്രെയിമാ. ഞങ്ങൾ കൊടുത്ത ഗിഫ്റ്റ് ആകുമ്പോൾ പൊട്ടിക്കാൻ പോകും. അമ്മ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പോകും. Happy birthday to you, happy birthday to you. May God bless you. You look like a donkey. You look like a donkey. Happy birthday to you. Happy birthday to you. Happy birthday to you. അമ്മ നല്ല ബർത്ത്ഡേ ആയിട്ട് തുടക്കം പണിക്ക് കൊണ്ടിരിക്കുകയാണ്. ഇല്ല. Happy birthday to you. May God bless you, dear. May God bless you, dear. എന്തായാലും നമുക്ക് ഗസ്റ്റ് ചെയ്യും. അത്
ലക്കിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞങ്ങളോട് എനിക്ക് നല്ലൊരു ബർത്ത്ഡേ വെക്കി തന്ന എന്നെ എൻ്റെ വളരെ നല്ല കേക്ക് മേടിച്ച് എനിക്ക് പുതിയൊരു വർഷം ആശംസിച്ച എൻ്റെ കുട്ടികൾക്കും എനിക്ക് ഗിഫ്റ്റ് നൽകിയ എൻ്റെ കുട്ടികൾക്കും ഈ വേദിയിൽ ഇന്ന് വിശിഷ്ട വ്യക്തികളെ നന്ദി. യൂട്യൂബ് ചാനൽ ലൈക്ക് കാണത്തില്ല. ഗൈസ് നമ്മളെല്ലാം നമ്മുടെ ഇതാണ് ഗൈസ്, പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഫോട്ടോഗ്രാഫർ ഈസ് ഓൺ ദ ഡ്യൂട്ടി. അതിന് കരച്ചിൽ പറഞ്ഞ ആരെങ്കിലും പറഞ്ഞു? മുറിക്കാം. 4 കളറിൽ റബ്ബർ ഇട്ടിട്ട് ഈ സാരി ഇട്ടിങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു മേ ഗോഡ് ബ്ലെസ് യു ഡിയർ ഹാപ്പി ബർത്ത്ഡേ ടു യു. അഭാവത്തിൽ ഞങ്ങൾ പറയുന്നതിന് വേണ്ടി ഗൈസ് അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം ഗൈസ്. ഇതൊക്കെ മെമ്മറീസ് ആടി. നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ആ വീഡിയോസ് ഒന്ന് കാണുമ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ. ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഒറ്റ മൈൻഡിൽ പ്ലാൻ ചെയ്ത് ഞാൻ ഏറ്റവും അവസാനം വെച്ചാൽ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നു.
സാരി ആർക്ക് എടുത്തോണ്ടോ അയ്യോ അവിടെ ഇങ്ങനെയാണ് നോക്കട്ടെ ആ ഫ്രെയിം ഗൈസ് ഞങ്ങളുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു, എല്ലാം സെറ്റായി. അപ്പം എന്നെന്നും ഞങ്ങൾക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഞങ്ങളുടെ പ്ലാനിങ് വിജയകരമായിട്ടുള്ള ദിവസം. എന്താണ് മെയിൻ പ്ലാനർ താങ്കൾക്ക് പറയാനുള്ളത്? The plan was successful, guys. അതെ, നമ്മൾ അസസ് ചെയ്ത് ഗോൾ എഴുതി അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി ഗൈസ്. അങ്ങനെ ഞങ്ങൾ അതെ, അത് കോയിൻസിഡൻസും ആയി. ഞങ്ങളങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത സാധനം സക്സസ്ഫുള്ളി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റി. വെരി ഹാപ്പി ഗൈസ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഹെവി ആയിട്ട് കഴിഞ്ഞു. ഈ നിമിഷത്തിൽ എന്താണ് അമ്മു താങ്കൾക്ക് പറയാനുള്ളത്? ഒത്തിരി സന്തോഷമായി ഗൈസ് എൻ്റെ ലൈഫിൽ. അതെ, എല്ലാ കൊല്ലം ലാസ്റ്റാ നിന്റെ സർപ്രൈസ് മൊത്തം ഈ തള്ളയായി ഇനി പറഞ്ഞ ഒന്നും കാര്യമില്ല. നല്ലതായിരുന്നു, ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി സന്തോഷം. മെയിൻ പ്ലാനർ സോൾട്ട, അതിന്റെ അസോസിയേറ്റ് പ്ലാനർ ഞങ്ങളുടെ ഒരു അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇപ്പൊ ഇവാലുവേഷൻ എടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഇവാലുവേഷൻ ഒന്ന് റേറ്റ് കൊടുക്കും. ഔട്ട് ഓഫ് 10 100 out of 100 guys. അഭിമാനം. ഇതൊക്കെ ആയിരിക്കും ജെൻസിയുടെ സ്ഥാനങ്ങൾ. എമി വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. എൻ്റെ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വേറൊരു വ്ളോഗായിട്ട് വേറൊരു ദിവസം കാണാം. വാടി ശുഭനിദ്ര. എന്തെങ്കിലും ഒരു അടുത്ത വർഷം ഞങ്ങൾ ഇതേപോലെ ഏപ്രിലിൽ കണ്ടുമുട്ടുന്ന ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് സൈനിങ് ഓഫ്. നല്ലൊരു ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ദിസ് ഈസ് ബൈ ഫ്രം ശില്പ. ഞാൻ സാധനം ഉണ്ടാക്കി കാണിച്ചില്ല, ഞാൻ കൊടുക്കാൻ മറന്നുപോയായിരുന്നു. ഇപ്പോഴാ കൊണ്ടുവന്നത്. പിന്നെ വൈകിട്ട് മിഠായി എനിക്ക് എപ്പോഴും തീർന്നു പോകുന്ന സാധനം പൊട്ട്. അത് അവളുടെ മുമ്പ് ഞാൻ എടുത്തു. ഇവിടെ ഏറ്റവും അത്യാവശ്യമായ സാധനം ഇത് എനിക്ക് ഉറക്കം വരയ്ക്കാൻ ചോക്ലേറ്റ്സ്. ബട്ടർഫ്ലൈ നല്ല ക്യൂട്ട് സെറ്റ്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ മറന്നു. ഇപ്പൊ കാലം വെച്ചെടുത്ത് പിന്നെ ഞാൻ മറന്നുപോയി. പൈസ നോക്കിയില്ല. ഞങ്ങള് വാങ്ങിച്ച് 100-200 രൂപ പൊട്ടിച്ചങ്ങട് ശില്പം ഇട്ടിട്ടില്ലായിരുന്നോ? ഞാൻ പൈസ തികയത്തില്ല. ചാച്ച കൈസ് ഒന്ന് ചാറ്റ പറഞ്ഞേക്ക് പോട്ടെ.